ഇല്ലടാ, ഇതല്ല, ഒരു ഹോമിലി ഫീലില്ല. കിടക്കുമ്പോൾ തന്നെ തുടങ്ങുക. ഏതാ പക്ഷെ ഇതൊരു ഒരു ബൊഹീമിയൻ ലുക്ക് ഉണ്ട്. അതിനൊന്നുമില്ല, പക്ഷെ നമുക്ക് മുന്നത്തെ ഒരു പീസ് നോക്കിയാലോ, അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. മുന്നത്തെ എന്റെ ബേബി ഡോൾ ഡ്രസ് ഒരു മാച്ച് ആവില്ലേ ശംഭു? പീപ്പിൾ ആർ കമ്മിങ് ടു സീ മീ. നീ ഇങ്ങനെ ഹോംലെസ് ആയിട്ട് നടക്കുന്നു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, ആർക്കും മനസ്സിലാവൂല. തമ്പു, ഇത് നീ വാങ്ങിക്കുന്ന കുപ്പായല്ലേ? ആ കായിരുന്ന സാധനം ഞാൻ കഴിച്ചെന്നാണോ? അതല്ലേ ഞാൻ തമ്പുരും. ആൻഡ് നിങ്ങളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ച് ആഷസ് ആയി എന്നാണ്. സുമി സുമി, ഇത് ശംഭു എൻ്റെ ഹസ്ബൻഡാണ്. കൊറോണ വെഡിങ് ആയിരുന്നു, പിന്നെ വീട്ടുകാരൊക്കെ വെറുപ്പിക്കേണ്ടി വന്നു. പിന്നെ സെസ്കി പയ്യനാണ്. വേൾഡ്സ് ബെസ്റ്റ് ഹസ്ബൻഡ് എന്നൊരു മഗ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇവനെ ഏൽപ്പിച്ചിട്ട് ഇവനത് നല്ല കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടേ ഞാൻ പോവും. അല്ലടാ തമ്പു, നമുക്ക് നാളെ ലുലുമാളിൽ പോയി തപ്പാം. അവിടെ പെട്ടിയുടെ നല്ല കളക്ഷൻ കാണും, അത്യാവശ്യം ഓഫർ ഉണ്ടാവും. നീ അപ്സെറ്റ് ആവണ്ട. വീട്ടിൽ നിനക്ക് ബൈ വൺ ഗെറ്റ് വൺ വേണോ ശംഭു? അല്ലെങ്കിൽ ആ കടക്കാരൻ എന്തിനാ എവിടെ ഇറങ്ങി പോവാൻ പറഞ്ഞ? എന്നെ കോടതി പോലും ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് എന്നിട്ടോ അവന്റെ പെട്ടി കടയുണ്ടല്ലോ, അത് ഞാൻ പൊട്ടിക്കും. തെറ്റ് 159% അയാളുടെ ഭാഗത്താണ്. അല്ലേ, നമ്മളിപ്പോ ഒരു കട്ടിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൽ കയറി കിടക്കൂലേ? അതേ ഞാനും ചെയ്തുള്ളൂ. ട്യൂൺ സൈസിൽ ഒറ്റ പെട്ടി പോലും ഇല്ല അവിടെ. നമുക്ക് തപ്പാം, സെറ്റ് ചെയ്യാം. കാക്കനാട് കിട്ടാത്ത എന്തോ ഉള്ള തമ്പു, പെട്ടി കിട്ടും. യു ഡോണ്ട് വറി, നമുക്കിപ്പോ പതുക്കെ നടക്കാം. എനിക്ക് റീത്ത് ഇഷ്ടമല്ല, ഒരുതരം മരിച്ച വീടിന്റെ പ്രതീതിയാ. ഓൾസോ ഞങ്ങളുടെ ടീമിനോട് ചേരത്തില്ല. അപ്പൊ ഞാൻ ഇവനോട് ഒരൊറ്റ ഗിഫ്റ്റ് ചോദിച്ചു. ഇനിയൊരു ദിവസം ഞങ്ങൾ പോണ വഴിക്ക് എനിക്ക് കണ്ടിഷ്ടപ്പെടുന്ന പൂക്കൾ അടിച്ചു മാറ്റി ഇവൻ എനിക്കൊരു ബൊക്കെ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. അത് മരിച്ചു കഴിഞ്ഞിട്ട് അല്ല വാടിപ്പോയി. ഇനിയൊരു 7 ദിവസം കൂടി മേ ബി. സോ നീ ശ്വാസം വിട്ടോ, കുഴപ്പമില്ല. ഞാനതൊക്കെ എവിടെ പോവാനാ? നിനക്ക് വേണ്ടിയാണോ? അല്ലല്ലോ, എനിക്ക് വേണ്ടിയല്ല. എടാ, നിനക്ക് പ്രായം തോന്നിച്ചാൽ എൻ്റെ പ്രായത്തെപ്പറ്റി ഒരു ചർച്ച വരും. എന്നെ ഒന്ന് കണ്ട് കരയാൻ വരുന്ന അവരാരും എൻ്റെ കറക്റ്റ് പറയരുത് ശംഭു, പറയിക്കരുത്. ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞാൽ നീ നമ്മുടെ കിച്ചൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ പച്ചട്ടിനില്ലേ, അതിലെ പൊടിയെടുത്ത് കലക്കി കൊടുത്താൽ മതി. എന്നെ അവരാരോടും ഒന്നും പറയില്ല. ലാസ്റ്റ് ഇയർ തൊട്ട് മൊത്തത്തിലൊരു മറവ് തുടങ്ങിയതുകൊണ്ട് തള്ളവെപ്പ് നേരത്തെ വെയിറ്റ് ചെയ്ത് കാണുന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി തരും ഉപ്പൊടി ഇട്ടത്. പിന്നെ ഡിഫൻസ്, ഞാൻ കിച്ചണിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു. ഒരു ബേസിക് ഹ്യൂമണറാ. സോ അത് പോട്ടെ എന്ന് വെച്ചു. മറ്റൊരു ദിവസം ചൂട് പിടിച്ചൊരു വാഗ്വാദത്തിൽ അവൻ്റെ മുൻതലമുറയിൽപ്പെട്ടവരെ പേര് ചൊല്ലി വിളിക്കുന്നതിനിടയിൽ അവൾക്ക് എൻ്റെ പേര് മാറി എന്നെ വിജയ് എന്ന് വിളിച്ചു. വിജയ് നല്ല പേരല്ലേ? വിജയ് നല്ല പേരാണ്, പക്ഷെ അതവളുടെ +2 കാമുകൻ്റെ പേരാണെന്ന് സത്യം ഞാൻ ഓർത്തെടുത്ത് പറഞ്ഞപ്പോൾ അവളുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ കാഷ്വാലിറ്റി പോയി. മെഡിക്കൽ സയൻസിന് 6 മാസം വേണ്ടി വന്നു. ഞാനൊരു DDLJ പേഷ്യൻ്റ് ആണെന്ന് തിരിച്ചറിയാം. CJD, ക്രോസ് ബെൽറ്റ് ക്രൂസിഫൈഡ് ക്രൂയിറ്റ്സ്ഫെൽഡ് യാക്കോബി ഡിസീസ് അഥവാ CJD. ഞാനൊരു 10-45 തവണയെങ്കിലും ഈ അസുഖത്തിന്റെ പേര് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മറവിയായിരുന്നു പ്രധാന പ്രശ്നം. പിന്നെ ആകെ ഒരു സമാധാനം, ഈ അസുഖത്തിന് ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമാധാനമൊന്നുമില്ല, പക്ഷെ ആ കുട്ടി വളരെ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. കാരണം 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന രോഗമാണ് ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ. ക്രൂസ്ഫെൽഡ് അല്ലേ? ഇല്ലല്ലേ, ഇനി മറക്കില്ല. പിന്നീട് പല പല ബമ്പർ ലോട്ടറികൾ എടുത്തെങ്കിലും ഇതിൽ കിട്ടിയ ഭാഗ്യമൊന്നും അതിൽ അങ്ങനെ തുണച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അവൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഒരു കാര്യവും പിന്നെ കുറച്ച് കണ്ടീഷൻസുമായിട്ടൊരു മിക്സ്ഡ് ആവശ്യം. അതായത് എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാതെ ഉക്കിടാൻ പഠിക്കടാ. ബിൽഡപ്പ് കൊടുക്ക് ശംഭു. ഇന്നേ വരെ ലോകത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനോട് ആവശ്യപ്പെടാത്ത വല്ലാത്തൊരു ആവശ്യമായിരുന്നു. എൻ്റെ നീണ്ട 5 മാസത്തെ പ്രൊബേഷനിടയിൽ ഞാൻ അന്ന് വരെ കേട്ടിട്ട് പോലുമില്ലാത്ത മെഡിക്കൽ പുസ്തകങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒടുവിൽ ChatGPT നോക്കി ഞാൻ ഡയഗ്നോസ് ചെയ്യേണ്ടി വന്ന ഒരു ഗോൾഡൻ അസുഖവുമായി എന്നെ കാണാൻ വന്ന നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടി. എനിക്ക് ഏറ്റവും വിശ്വാസം കുറഞ്ഞ ഡോക്ടർ ഞാൻ തന്നെ ആയതുകൊണ്ട് എൻ്റെ സീനിയർ ഡോക്ടർമാർ വേണ്ടി വന്നു ഇതൊന്ന് ഉറപ്പിക്കാൻ. എല്ലാവരും മരിക്കുമല്ലോ, ഈ കുഞ്ഞിരിച്ചിരി നേരത്തെ ആയി പോയി എന്ന് മാത്രം. എന്തൊക്കെയായാലും പരലോകം പകച്ചു പോകുന്ന ആ പരകായ ജന്മത്തിന് സർവേശ്വരൻ 1000 ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഇത് കേൾക്കുന്നവർ ഇത്രയും കിട്ടുന്ന ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് നെടുവീർപ്പിടണം. ഒന്ന് വിട്ടേക്ക് പോണം.
പ്രാസവും പ്രസംഗവും ഒന്നും വേണ്ട. Take 65. ചുമ്മാ അങ്ങ് മരിക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഓർക്കാൻ എന്നെ ബാക്കി വെച്ചു. ആൻഡ് ഞാൻ അടുത്തോളം കാലം എൻ്റെ അച്ഛനെ പലരും പലയിടത്ത് വെച്ചും സ്മരിക്കാൻ ഞാൻ കാരണമായിട്ടുണ്ട്. എസ്പെഷ്യലി വെൻ ഐ ഡ്രൈവ്. ഞാൻ മരിക്കുകയാണെങ്കിലും ഒരു മേജർ സിഗ്നേച്ചർ ബാക്കി വെക്കണം തോന്നി. ബട്ട് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ ഒരു ചലച്ചിത്രമാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇതുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അല്ല കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. മെഡിക്കൽ പുസ്തകങ്ങൾ കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് പകരം മരിക്കാൻ പറ്റിയ ഒരാളെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ആശുപത്രിയിൽ നിന്ന് കണ്ടുപിടിച്ചു കൊടുത്തേനെ. ഇതാണോ ഞാൻ ഡോക്ടറോട് പറഞ്ഞത്? പോയപ്പോ ആർക്ക് പോയി? ആ പാപം ചെറുപ്പക്കാരന് പോയി. ചില നേരത്ത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഇതെവിടെ വരെ പോയാലും അവൾ പോണവരെ ഒരു തവണ പോലും കരയരുതെന്ന് അവൾ എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കണ്ടിലെന്തോ പോയി. ഞാൻ കരഞ്ഞില്ലെങ്കിൽ അവൾ കരയില്ല എന്നാണ് പറഞ്ഞത്. ദാറ്റ് വാസ് എ ഡീൽ. ഭയങ്കര സെൽഫിഷായൊരു ആവശ്യമാണത്. Why the drama? I hate it. ഇതല്ല നമ്മൾ ഷാനം. ഇത് തന്മാത്രയ്ക്ക് പോലെ എല്ലാ പ്രേക്ഷകർക്കും അവസാനം വരെ ചിരിച്ചുല്ലസിച്ച് കാണാനുള്ള ഒരു റൊമാൻറ്റിക് ട്രാജിക് അഡ്വഞ്ചർ കോമഡി. ഇതിൽ സിമ്പിളായിട്ട് അവൻ തന്നെ പറഞ്ഞു. എടി ഈ ഇടച്ചയുടെ അപ്പുറം വരെ ഒന്ന് വന്നാ മതി. തൊട്ടിപ്പുറം ഞാൻ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ ഇന്ധനം കാണും വെച്ച്. നീ കുറച്ച് പെട്രോൾ വാങ്ങുക, ഞാൻ എനിക്ക് വേറെ ചായ തരാം. 1 മണിക്കൂർ പൊടി. എടാ പാർക്കിൽ CCTV വല്ലതൊക്കെ ഉണ്ടാവോ? ഇപ്പൊ പഴയ പോലെ പത്രത്തിലൊന്നും അല്ല, ഡയറക്റ്റ് റീലിലാണ് വരിക. ഒരു പൂ പറിച്ചതിന് ക്രിമിനൽ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വെക്കണം. എനിക്കാ പുഷ്പം ഇഷ്ടപ്പെടണല്ലോ നീ പറിച്ചത്, അല്ലാതെ എത്തിക്കലി റോങ് ഒന്നും ചെയ്തില്ലല്ലോ. അയ്യോ പാവം, പെട്രോൾ കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് കൂമാപ്പെട്ടിക്ക് വിട്ടാലോ? ഒരു പാവം കുട്ടി അല്ലേ? ഏത് കുട്ടി? അവിടെ ബൈക്ക് തള്ളുണ്ടായിരുന്നില്ലേ ആ കുട്ടി. അതിന് ഞാനേ ഹെൽമെറ്റിന് സ്ട്രാപ്പ് ഇടാൻ പുറത്തു പോയി. നീ പൊക്കോ, ഞാൻ വരാം. അല്ലെങ്കിൽ ഫംഗസ് ബൈ. ഓ ഒരു നാണക്കാരൻ. അരു വരൂ. ഇടയ്ക്കിങ്ങനെ നാണമൊക്കെ വരുമെങ്കിലും നല്ല മനസ്സിലുടമയാണ്. ശംഭു, ഇത് അടിമ. നമ്മൾ വരുമ്പോൾ അവിടെ പെട്രോൾ കഴിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹാനുഭൂതി തോന്നിയില്ലേ? ആ കുട്ടി 24 വയസ്സുള്ളൂത്രേ. കണ്ട അത്ര തോന്നൂല അല്ലേ? ഞാൻ വിചാരിച്ചു നമ്മൾ കാലൊഴിക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ ഡീസലില്ലേ, അതെടുത്ത് ഈ കുട്ടിക്ക് കൊടുക്കാമെന്ന്. ഇവനിങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് കാണും. അരുണിമ, age 24, born in Kannur, single. കാഴ്ചയിൽ കുഴപ്പമില്ല. I think I found his next best option. I don't want my boy to enter on. See, എവിടെ കിട്ടും എന്നെ പോലും നല്ല പാർട്ട്ണറെ? സംസാരിച്ചെന്ന് ഞാൻ ചാർജായി. ഇനി നിങ്ങൾ സംസാരിക്കും, ഞാൻ കിച്ചണിൽ പോയിട്ട് ഡീസൽ എടുത്ത് തരാം. അല്ല പെട്രോൾ. ഓൾസോ അരു, ശംഭു ഇസ് എ ഗുഡ് ഡാൻസർ. 2 സ്റ്റെപ്പ് ഇട്ട് കാണിച്ചു കൊടുക്കടാ. ഇവിടെ റെന്റൊക്കെ കൊടുക്കാറുണ്ട്. അല്ല എത്രയായിരുന്നു? എടി നമ്മുടെ റെന്റൊക്കെ എത്രയായിരുന്നു? റെന്റ് നീയല്ലേ എല്ലാ മാസവും കൃത്യം 5 കൊടുക്കാറ്. ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോരോ മറവികളാ. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇതിപ്പോ കിട്ടും. വർക്ക് ഏരിയയിൽ എവിടെയാണ് വെച്ചിരുന്നത്? അല്ലേ കുഴപ്പമില്ല, ഞാൻ വേറെ സെറ്റ് ചെയ്തോളാം. അത് വേണ്ട, ഇവിടുത്തെ പെട്രോൾ ഉണ്ടായാൽ മതി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ കൂടെ സഹായിച്ചാൽ ചിലപ്പോൾ വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചേക്കുവാന്ന്. ഇപ്പോൾ വരാവേ. എടി ആരാണത്? നല്ല കുട്ടിയല്ലേ? അപ്പൊ നിനക്കൊന്നും തോന്നിയില്ല? എനിക്കെന്ത് തോന്നാൻ? എന്നെ അവിടെ സ്റ്റാച്ചു പോലെ നിർത്തിയിട്ട് നീ ഇവിടെ നിന്ന് തപ്പണത്? ഇവിടെ എവിടെ പെട്രോൾ? ആർക്കാ കാറ്? ശരിയാ, ഇവിടെ ഇല്ല. ബെഡ്റൂമിലുണ്ടാവും, കട്ടിലടിയിൽ. നീ പോയി സംസാരിച്ചിരിക്കും, ഞാനീ പോരാ. മറിക്ക്. എന്താ നിന്റെ പ്രശ്നം? എന്ത്? എടാ എന്തൊക്കും ആ കൊച്ചു നല്ല കൊച്ചാന്ന് തോന്നി. എന്നടുത്ത് വളർത്താത്ത എന്ത്? ഞാനൊക്കെ ഇനി എത്ര ദിവസം കാണും?
മരുന്നാളതേ ഡോക്ടർ പറഞ്ഞ 7 ദിവസം. നിനക്ക് വല്ല ചിന്തയുണ്ടോ? എടി ഇതൊക്കെ അവര് വെറുതെ പറയണതല്ലേ, നിനക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലടാ, എനിക്ക് തോന്നുന്നുണ്ട് ടൈമായിന്ന്. അതുകൊണ്ട് നീ പോയിട്ട് കൊച്ചിനൊന്നും നോക്കി. എടാ നീ പയ്യനാണ്, എന്നെ ഇത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. 2 മിനിറ്റ് വേണ്ടിയിട്ട് നിനക്ക് അത്രേ തോന്നിയുള്ളൂ? ഇല്ലടാ, മലബാറുകാരിയാണ്, ചിലപ്പോ നല്ല ദം ബിരിയാണിയൊക്കെ വെച്ചുതരും. എന്റെ വീട് നിലമ്പൂരിൽ, എന്നിട്ട് അനക്ക് ബിരിയാണി വെക്കാറിയോ? എടാ അത് നീ എന്നെ സ്പോയിൽ ചെയ്തിട്ടല്ലേ. ഞാൻ നല്ല ബിരിയാണി ഉണ്ടാക്കാൻ മൂടായിട്ട് വരുമ്പോഴേക്കും നീ മന്തി ഓർഡർ ചെയ്യും. പോണേന് മുമ്പ് ഞാൻ നിനക്ക് നല്ല നിലമ്പൂർ ഒത്തന്റിക് ബിരിയാണി ഉണ്ടാക്കി തരും. എന്റെ തമ്പൊന്ന് അടങ്ങിയേ നീ. ദയവ് ചെയ്ത് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെയും കുട്ടി വരല്ലേ വീട്ടിലേക്ക്. നീ ഇങ്ങനെ എപ്പോഴും ഒരു പ്രോഗ്രസീവ് വൈഫ് ആവണമെന്നില്ല, ഇടയ്ക്കൊക്കെ ടോക്സിക് ആവാം. ഒന്നും ഉണ്ടാവില്ല. തമ്പു അല്ല, ആ കുട്ടീനെ പറഞ്ഞു വിടണ്ടല്ലേ, മോശല്ലേ? ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. പറയുന്നത്ര വേദന ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്തിന്? അല്ല, എല്ലാരും ഇങ്ങനെ മരിക്കും മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കുമ്പോ ഏയ് എടാ, നമ്മൾ നേരത്തെ ചിക്കനില്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു? ഇൻഫെക്റ്റഡ് ചിക്കൻ എന്തോ ആയിരുന്നു. ഉറങ്ങിയ തമ്പു തമ്പു എണീറ്റ മരുന്ന് കഴിക്കണ്ടേ? എണീക്ക്, വെള്ളം എടുത്തിട്ടുണ്ട്. തമ്പു തമ്പു തമാശ കളിക്കല്ലേ തമ്പു. അല്ല, എനിക്കെന്തെങ്കിലും പറ്റിയാ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അവൻ പൂച്ചയുടെ ജന്മമാണ്, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും കൂളായി ഡീൽ ചെയ്യുന്നൊക്കെ ഒന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ കുറച്ച് അസ്വസ്ഥയാണ്. സോ കുറച്ച് കടന്ന കൈയാണ്, എന്നാലും ക്യൂരിയോസിറ്റി കാണുമല്ലോ. ഒരാള് മരിച്ച് ശ്വാസം പിടിച്ച് കിടക്കുമ്പോൾ അവൻ വാതിലും തുറന്ന് നടക്കാൻ പോയിരിക്കുന്നു. വെരി സർപ്രൈസിങ് റിയാക്ഷൻ. തമ്പു, എനിക്ക് നിന്നോട് ഏറ്റവും ദേഷ്യം തോന്നിയിട്ടുള്ളത് എപ്പോഴാണെന്നറിയോ? നമ്മളന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ പോയത് ഓർമ്മയുണ്ട് നിനക്ക്? ഡോക്ടർ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ നിനക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ അന്നൊരു ഗ്രീൻ കുർത്തയായിരുന്നു. എന്നിട്ട് ആ ചായം വെച്ച് നമ്മൾ കുറേ സമയം ഒന്നും മിണ്ടാതിരുന്നു, മൂകതയായിരുന്നു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞ് നീ എൻ്റെ അടുത്ത് ചോദിക്കണത് ഇവിടെ അടുത്തെവിടെ ഏറ്റവും നല്ല ശവപ്പെട്ടി കിട്ടാന്നാണ്. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല നിന്നെ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല സംഭവം. ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയില്ലേ സംഭവം. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ? പോവാം. പറ, എവിടെ പോണം? പറ, എന്തെങ്കിലും ഒന്ന് മൊഴി. എവിടേക്കാണ് പോകേണ്ടത്? എടാ, നീ വീണ്ടും വെറുതെ കളിപ്പിക്കാൻ നിൽക്കല്ലേ തമ്പു.